ഗൈസ് നമ്മൾ വീണ്ടും കമ്പനി തപ്പി നടക്കുകയാണ് തോന്നുന്നു. ഗൈസ് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. നമ്മളിവിടെ 30 ഹലോ ഗൈസ്, നമ്മളിത് നമ്മുടെ ട്രെയിൻ ഇപ്പൊ വരുവേ. ഗൈസ് നമ്മളിത് ട്രെയിനിലാണ് പോണത്. വെയിലടിച്ചാലും അവള് വീഡിയോ എടുക്കും. അതാണ് ഡെഡിക്കേഷൻ. ഒരാളെനിക്ക് പറഞ്ഞു, എനിക്ക് ഒരാള് പറഞ്ഞു ആരെന്നറിയാം, യൂട്യൂബിൽ നമ്മൾ ട്രെയിൻ വരാൻ നമ്മൾ ഓടുകയാണ്. ഗൈസ് നമുക്ക് 8:15 ട്രെയിൻ വന്നത്. കറക്റ്റ് സമയല്ലേ നമ്മളെവിടെ എത്തിയെന്ന് എനിക്കറിയാൻ പറ്റില്ല. നമ്മളെ എത്താറായിരുന്നു തോന്നുന്നു. അവിടെ നമ്മുടെ ഫ്രണ്ടില് 2 പേര് കപ്പിൾ ചിരിക്കുകയാണ്. നമ്മള് ഇതുവരെയ്ക്കുമ്പോൾ മാർക്ക് കമ്പനി ഒന്നും സെറ്റ് ആയിട്ടില്ല. ഇത് നമ്മൾ എന്തിനാണ് പോണേന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞില്ല. നമ്മൾ കമ്പനി ഒന്നും സെറ്റ് കമ്പനി സെറ്റ് ആയില്ല. നമ്മുടെ പ്രോജക്റ്റിന് കമ്പനി സെറ്റ് ആക്കാൻ പോവുകയാണ്. എനിക്കും അവർക്കും സെറ്റ്. നമ്മളെത്തി ഗൈസ്. നമുക്ക് വേണ്ടി സൽമാ സാദിഖ് ബറോട്ട ആൻഡ് ചിക്കൻ കറി കൊണ്ടുവന്നിരിക്കുകയാണ്. തുറക്കൂ പിങ്കി, എന്തിനാണെന്ന് നോക്കട്ടെ. സ്പെഷ്യൽ ബറോട്ട ആൻഡ് ചിക്കൻ കറി ഗൈസ്. തോക്കട്ടെ വേണ്ട വെറുതെ നല്ല മണം ഗൈസ്. ഉണ്ടാക്കിയതാണ് ഐഷ. താങ്കു അത് തുടണ്ടപ്പോ നീ തിന്നതല്ലേ. തന്നതും പോലെ നിനക്ക് കട്ട് ശരിയാണ്. ഇവളാണ് ചുട്ടത് ഗൈസ്. അതുകൊണ്ടാണ് ഇവിടെ ചുട്ടത് കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. പിങ്കി നീ ഫസ്റ്റ് വായിക്കാൻ. പിങ്കി എനിക്ക് വായിക്കാം. ഇനി അടുത്ത നമുക്ക് ചിക്കനും വെച്ചു കൊടുത്തായിരുന്നു. ട്രിവാൻഡ്രം സിറ്റിയിലെത്തി. ഷെബിക്കൈ ഭാവിയും കൂടെ കപ്പിളായിട്ട് നടക്കുകയാണ്. പിങ്കി ഇവിടെ ഫോട്ടോഷൂട്ട്. നമ്മള് നടന്നാണ് പോണത്. സഫാടെ കമ്പനിയുടെ അടുത്ത് 2-3 കമ്പനി ഉണ്ടെന്ന് ഇവള് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് അവിടെ തപ്പി പോവുകയാണ്. അവിടെ തപ്പി പോയിട്ട് വേണം, ഇനി ഉണ്ടോ ഇല്ലേന്ന് അറിഞ്ഞിട്ട് വേണം വേറെ കമ്പനിയിലോട്ട് പോവാൻ. അവിടെ ഉണ്ടോ ഇല്ലേന്ന് അറിഞ്ഞിട്ട് വേണം പോവാൻ വേണ്ടി. ഇവള് നമ്മളെ കൂടെ കൂട്ട് വന്നേക്കാണ്. പാവം ഇല്ലേ? നമ്മളോട് സ്നേഹം ഇവക്ക് മാത്രമേ ഉള്ളൂ ഗൈസ്. സ്നേഹം എവിടെ? നിമിഷ നമ്മത് ഫാത്തിമ സഹന. നമ്മള് തിരക്കേറിയ രാവിലെ നടക്കുകയാണ്. ഇപ്പം ഇത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കോളേജ് സ്കൂള് ഒക്കെ ഉണ്ട്. അപ്പം ആ തിരക്കിന്റെ ഇടയിൽ നമ്മൾ നടക്കുകയാണ്. നമ്മള് ബെറോട്ട ഇറച്ചിയും തിന്ന് സൂപ്പറായിരുന്നു. നല്ലതായിരുന്നു. നമ്മള് ഫസ്റ്റ് ഈ ഒരു കമ്പനിയിലാണ് വന്നത്. IPCS എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയിലാണ് വന്നത്. അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങേണ്ടി വന്നു. കാരണം അവർ 5000 രൂപ ചോദിച്ചു പ്രോജക്റ്റിന്. കൊറേ കമ്പനി കയറി ഇറങ്ങി. എവിടെ കമ്പനിയിൽ വന്നിരിക്കുകയാണ്. നമ്മൾ തപ്പി ഡിമോറയിൽ വന്നിരിക്കുകയാണ്. ഒരു ഹോട്ടലാണ് ട്രിവാൻഡ്രത്തുള്ള. കിട്ടോ ഇല്ലേന്ന് അറിയത്തില്ല. ഇവക്ക് വേണ്ടിയാണ് ഗൈസ്. ശരിയായാൽ മതിയായിരുന്നു. ഇവിടെ ഇന്റേൺഷിപ്പ് ഇല്ല, പ്രൊജക്റ്റ് പോയി. ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. നിങ്ങൾ വല്ലതും അറിഞ്ഞോ? ഇവർക്ക് കമ്പനി സെറ്റായി ഗൈസ്. ഇവിടെ ഒറ്റയ്ക്കായി. എനിക്ക് സെറ്റായി. ഞാനാണ് സെറ്റായി കൊടുത്തത്. സൊല്യൂഷനിൽ വന്നിരിക്കുകയാണ്. എനിക്ക് സെറ്റ് ആവുമെന്ന് അറിയത്തില്ല. അവസാനം എനിക്ക് സെറ്റായത്. ടെറസിലാണ് എനിക്ക് വന്നത്. ഇവിടെയാണ് ഷെഫീഖ് ആൻഡ് പിങ്കിയാണ് സെറ്റ് ആക്കി തന്നത്. ഇവർ 2 പേരാണ്
സെറ്റ് ആക്കി തന്നത്. ഇതാണ് ഗൈസ് എന്റെ കമ്പനി ടെറസ് ഹോട്ടൽ. ഇതാണ് ഗൈസ് പിങ്കിയുടെ ഫാക്ടറി, പിങ്കിയുടെ ഗ്രീൻ ഫാക്ടറി. ഇവളിവിടെ വന്നേക്കാണ് ഗൈസ്. നമ്മൾ വീണ്ടും കമ്പനി തപ്പി നടക്കുകയാണ്. അയ്യോ എനിക്കൊരു മൂഡും ഇല്ല, എനിക്ക് കമ്പനി ആയില്ല ഗൈസ്. കമ്പനി ആയില്ല ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് ഞാനിപ്പോ കമ്പനി ഇല്ലാത്തോളായി. അവിടെ ശരിയായില്ല. സോളാർ വാങ്ങരുത്, സോളാർ വാങ്ങരുത്. അവരെ എന്നെ ഇറക്കി വിട്ടു ഗൈസ്. നിങ്ങൾ ഇറക്കി വിട്ടു. ശ്രീകണ്ഠേശ്വരം ഗ്രീൻ ഫാക്ടറി വാട്സ് എനർജി അവരെ ചീത്ത വിളിച്ചിറക്കി വിട്ടു. ഒരിക്കലും അവിടെ നിന്ന് നിങ്ങൾ സോളാർ കിട്ടിയില്ലെങ്കിൽ സോളാർ വാങ്ങാം. വേറെ ഇവിടെ നിന്ന് വാങ്ങിയാൽ അവിടെ നിന്ന് നിങ്ങൾ വാങ്ങരുത്. പോയി മേടിച്ചോ. ഓക്കെ. പുതിയ കക്കോട നോക്കൂ ഗൈസ്, സൂപ്പർ നാനോ പോപ്പി ഷെഫീഖ്. നെക്സ്റ്റ് നമ്മൾ ഹയാത്തിൽ വന്നേക്കാണ്. നമ്മളുടെ ട്രിവാൻഡ്രത്തുള്ള 5 സ്റ്റാർ ഹോട്ടലാണ്. അവിടെ ഉണ്ടോയെന്ന് ചോദിക്കാൻ വന്നതാണ് പ്രൊജക്റ്റ്. ഹയാത്തിന്റെ ബേക്ക് സൈഡാണ് ഇത്, ഫ്രണ്ട് സൈഡ് കാണിച്ചത് പിങ്കിക്ക് വേണ്ടിയാണ്. നമ്മൾ ഒരു ഊട്ടി കൂടെ കൊണ്ടുവന്നല്ലേ പിങ്കി, നിലനിൽക്കാൻ പറഞ്ഞു. ജയിലിലൂടെ ഇരിക്കാൻ പറഞ്ഞു. നമ്മളിവിടെ നിരത്തി നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ ആള് വരും ചോദിക്കാൻ വേണ്ടി. ഒന്നും പറയണ്ട. ഇവിടെ വലിയ ഒരു ഹോട്ടലാണ്. എന്താണ് നമ്മളെ പിങ്കിക്ക് ഒരു കമ്പനി സെറ്റ് ആയില്ല. ഇനി നമ്മൾ കഴിച്ചിട്ട് യാത്രകൾ തുടരുന്നതായിരിക്കും. നമ്മള് ഒരു ഫുൾ ഷവായി പറഞ്ഞ് പിന്നെ ഒരു മന്തി റൈസും പറഞ്ഞു റൈസ്. ഇവിടുത്തെ ഷവായി സൂപ്പറാണ്. ഷെഫിക്കൊക്കെ പറഞ്ഞു. ആലോചനയിലാണോ? അതെ, താങ്കളും ചെറുക്കനും ഇല്ല ഗൈസ്, കമ്പനിയും ഇല്ല. വാട്ട് എ ദുരന്തം ലൈഫ് ഗൈസ്. പിങ്കി ഭയങ്കര വെറിയിലാണ് ഗൈസ്. ഭയങ്കര വെറിയാണ്. വെറിയല്ല വറി നമ്മളെ സാധനം മാറ്റി നമ്മൾ വന്നു ഗൈസ്. നമ്മളെ മന്തി റൈസ് ആൻഡ് ഇത് വന്നു. ഇതാണ് സാധനം. കൊള്ളാല്ലേ? മാറ്റത് നോക്കട്ടെ. ഹായ് കൊള്ളാന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ഗൈസ്. കൊള്ളാം ഗൈസ്. മസ്റ്റ് ട്രൈ ഷവായി. സൂപ്പർ മസ്റ്റ് ട്രൈ. ഓക്കെ, ഞാൻ കഴിച്ചിട്ടിടാം. ബൈ. ഗൈസ് നമ്മള് കഴിച്ചിട്ട് ഇറങ്ങി, ഫുഡ് അടിച്ചിട്ട് വീണ്ടും നമ്മൾ ഇറങ്ങി. വീണ്ടും ഇവർക്ക് കമ്പനി സെറ്റ് ആയില്ല. അപ്പൊ സെറ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഇവിടെ നിന്നാണ് നമ്മൾ കഴിച്ചത്. സംസം യൂണിവേഴ്സിറ്റിയുടെ എപ്പുറത്താണ്. നിങ്ങൾക്ക് അറിയാലേ അല്ലേ? അടുത്തതായി പിങ്കി ഹോട്ടൽ ബ്ലൂ നെസ്റ്റിലാണ് ഗൈസ് കയറുന്നത്. എന്തോന്നാവോ എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. നമ്മള് ഹൈലാൻഡിലാണ്. ഹോട്ടൽ ഹൈലാൻഡിൽ കയറിയാണ് ഗൈസ്. കടുകഠോര ഗുരു സകടമാണു ശനി ശരണമാരു ശിവനെ ഗതികെട്ടൊരു വട്ടന് വീറപ്പൊട്ടനിട്ടം വന്നതുപോലെ അങ്ങനെ വീണ്ടും പോയി. നികൃഷ്ടമായ നിദുഃഖ മനസ്സുള്ള ഇവളെ പോലത്തെ പെണ്ണ് ലോകത്തില്ല. അടുത്ത നമുക്ക് തപ്പാം. ഫോട്ടോ എടുക്കുന്ന, വീഡിയോ എടുക്കുന്ന, വ്ലോഗ് എടുക്കുന്ന എന്താണ് കേൾക്കുന്നത്? വൈ യു ലൈക്ക് ദിസ്? ഒരു സാധനം വെച്ചിട്ടുണ്ട് ഗൈസ്. അവിടെ ഒരു സാധനത്തിന് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മള് മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. വിളിക്കൂല്ലേ നമുക്ക് നോക്കാം. വിളിക്കൂല്ലെന്ന് നോക്കാം. നമ്മൾ വിളിക്കാത്തത് കൊണ്ട് വലിഞ്ഞേറി വന്നിരിക്കുകയാണ്. നമ്മളിവിടെ റെസ്റ്റ് എടുക്കുകയാണ് AC റൂമിൽ. നമ്മൾ ശീലിച്ച് ഗൈസ്, അതുകൊണ്ട് നമ്മൾ റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. നമ്മൾ വീടിടാണ്. പിങ്കിയുണ്ട്, വാവുണ്ട്, ഇവിടെ നമ്മൾ പീഡിപ്പിക്കാൻ പോകുന്നു ഗൈസ്. നമ്മളിവിടെ 30 രൂപ കൊടുത്തിരിക്കുകയാണ് ഗൈസ്.
നമ്മൾ ഊർമിള ദേവിയായിട്ടൊക്കെ കളിച്ചായിരുന്നു. അപ്പൊ ഊർമിള ദേവി അവളെ അടിക്കാൻ വരും. ഇതാണ് വർഷ. വർഷയുടെ ഹസ്ബൻഡ് അഭിഷേക്. ഞാൻ മായാവതി. അയ്യോ അല്ല, പിന്നെ നീ അമൃത. ഞാൻ അമൃത ദേവി. ഞാൻ ഊർമിള ദേവി. അത് ഊർമിള. എപ്പോഴും കാര്യം ഞാൻ എപ്പോഴും വഴിക്ക് പറയും. ഞാൻ എപ്പോഴും മോഷ്ടും. അമ്മേ, ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നീ മോഷ്ടിച്ചു. നമുക്ക് 2 അടി കൂടെ അമ്മ. അവളെ കവാലം നീ എലിയിറങ്ങി പൊടിക്കണം. ഞാൻ പറയും, നീ മിണ്ടത്. എന്റെ മരുമോളെ ഉപദേശിക്കാൻ എനിക്കറിയാം. ഓക്കെ, യു ഗെറ്റ് ലോസ്റ്റ്. ഞാനാണ് അർജുൻ. ഇതാണ് അർജുൻ. ഇത് ഊർമിള. ഞാൻ ഊമൃത. ഞാനാണ് അമൃത. എന്റെ അടുത്ത് ഇപ്പൊ ഇരിക്കുന്ന എന്തിന്? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത് ഇരിക്കുന്നത്. എടി പൊടി മൊണ്ണെ. അർജുൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഉറുമിള അർജുൻ വഴക്കുറയുണ്ട്. എങ്ങനെ നിങ്ങൾ രണ്ടു വഴക്കുറ ഇപ്പൊ അമൃത. അത് വേണ്ട. അയ്യോ, നമുക്ക് അറിഞ്ഞൂടായിരുന്നു. വീണ്ടും കോഴിക്കോടിന്റെ സ്വന്തം ഷെഫീക്കട തള്ളാണ്. ഷെഫീക്കട ഫുൾ തള്ളാണ്. വന്ന് കയറിയപ്പോഴേ ഞാനിവിടെ കയറിയിട്ടുണ്ട്, ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ട്, ഞാനിവിടെ കിടന്നിട്ടുണ്ട്. ഞാൻ കോഴിക്കോടിന്ന് വന്നപ്പോഴേ ഞാൻ AC വന്നയാണ്. അപ്പൊ അതുകൊണ്ട് ഊർമിളയ്ക്ക് അഭിഹിതം. അഭിഹിതമാണ്. അഭിഹിതം. എനിക്ക് വിഷമം. എനിക്ക് പേരില്ല. എല്ലാവരും എന്റെ സജിനിയെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് സ്വന്തം നിങ്ങളുടെ പിങ്കി ഫാത്തിമാട. ദിസ് ഈസ് മൈ പേര് ഗൈസ്. ഇന്ന് ഫുള്ള് എന്റെ പേരുകളായിരുന്നു. ഇവളെ പേര് ഞാനും. അറിയില്ല കുണുകുണു. അത് ഇവളുടെ സ്റ്റൈല കുണുകുണു. അഴകിയലയില കുണുകുണു. പുഴുങ്ങിയലയില കുണുകുണു. അഴകിയലയില ചത്ത. ഇത് പുഴുങ്ങിയലയിലാണ്. ഞാനെടുത്ത സാധനമാണ്. എങ്ങനെയുണ്ട്? സ്മൂത്ത് അല്ലേ? പാട്ട് കൂടെ കേൾക്കും. നിങ്ങൾ ഭയങ്കര ചെറ്റിയാണ്. നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്ത് നോക്കി. ഇവളത് സ്റ്റിക്കറാക്കി. നിങ്ങൾ വല്ല പറഞ്ഞ സ്റ്റിക്കർ എടുത്താണ്. മതി സ്റ്റിക്കർ. ഒരു പരിപാടിക്കുന്നതില്ല. ആ രീതിയിൽ ഇവിടെ എൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. അത് കണ്ടു. ഈ സ്റ്റിക്കർ മാത്രമേ കാണിച്ചു കൊടുക്കുള്ളൂ. അല്ലാതെ സ്റ്റിക്കറാക്കി നമ്മൾ ഇത്രയും കമ്പനി കയറി. നിങ്ങൾ വല്ല പറഞ്ഞതാ? 1 2 രണ്ടെണ്ണമൊന്നും അല്ല. ബാക്കി ഇവിടെ 3 ഒന്ന് ഞാൻ കീറി കളഞ്ഞ അവിടെ ഒന്ന് ഫ്രണ്ട് വെച്ച്. നമ്മള് ശനിയാഴ്ച 5:15 നമ്മളെ ട്രെയിനിന് വരാൻ വേണ്ടി നമ്മളത് ഇവിടെ വെയിറ്റ് ചെയ്തു. ഷെഫീക്കൊക്കെ AC ഇരിക്കും. ഷെഫീക്കട കോഴിക്കോട് AC കഥയും കേട്ട് ഞങ്ങൾ ഇവിടെ 3 പ്രാവശ്യം പറഞ്ഞു. ഈ കിടക്കുന്നതാണ് നമ്മളുടെ ട്രെയിൻ. നമ്മള് സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വിശ്രമ സ്ഥലത്ത് നിന്നൊക്കെ ഇറങ്ങി. നമുക്ക് സീറ്റ് കിട്ടുമോ ഇല്ലയോ നമുക്ക് ഇനി കണ്ടറിയാം. ഓക്കെ, നല്ല സ്പേസ്. ഒട്ടും തിരക്കില്ല. ഞങ്ങൾ വന്ദേ ഭാരതിലാണ് കയറിയത്. നല്ല വന്ദേ ഭാരത്. നമുക്ക് വർക്കല വെച്ച് കാണാം. ഇത് കണ്ടോ? ഇതാണ് നമ്മളുടെ വർക്കലയിലെ പ്ലാനാണ്. റെയിൽവേ സ്റ്റേഷന്റെ പ്ലാനാണ്. ഇതാണ് നമ്മളെ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ.
ഇതിലേക്കൂടെ വരും, വണ്ടി വരും. വാവ്, കൊള്ളാല്ലേ? നമ്മൾ വർക്കലയിലൊക്കെ ഇത് വന്നാൽ സെറ്റായിരിക്കും. ഗൈസ്, അപ്പം നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി പിങ്കിയുടെ വീട്ടിൽ പോണ്. തിരക്കുള്ള ട്രെയിനിലാണ് നമ്മൾ വന്നത്. ഞെരുങ്ങി കുട്ടിയൊക്കെയാണ് വന്നത്. ഇനി നമ്മൾ വീട്ടിൽ പോണ് ഗൈസ്. അപ്പൊ പിങ്കി ബൈ ബൈ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. ബട്ടൺ അമർത്തുക. പിന്നെന്തിരി അത് തന്നെ. ബൈ.